എൻ്റെ വീട്ടിലേക്ക് വിരുന്നാർ വരണമെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ആ സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ വീഡിയോ ഫുള്ള് നിങ്ങൾ കണ്ടു നോക്കണേ. അപ്പോൾ എന്താണ് ആ സാഹചര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരേ. അപ്പോൾ അതിൻ്റെ മുന്നേതാ നമ്മൾ സുബഹിസ്കാരവും പ്രാർത്ഥനയും ദിക്റും എല്ലാം കഴിഞ്ഞ് അടുക്കളയിലേക്ക് നേരത്തെ തന്നെ ഇറങ്ങി നല്ല പോലത്തെ ഇഡ്ഡലി നല്ല അടിപൊളി സാമ്പാറും വെച്ചിക്കണേ. ഇത്ര അധികം സാമ്പാർ എന്തിനാണെന്ന് വിചാരിക്കരുത്, ഇത് 2 ദിവസത്തേക്കുള്ളതാണ്. അതുകൊണ്ട് ദോശമാവ് അടിക്കുമ്പോൾ ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശ, അങ്ങനെയുള്ള കണക്കിന് അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ഒരു 3 ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചിന്തിക്കേ വേണ്ട കേട്ടോ. അപ്പോൾ ആ ചായ നേരത്തെ തന്നെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ പാത്രങ്ങളൊന്നും സിങ്കിലിട്ടിട്ടില്ല കേട്ടോ. അതൊക്കെ വൃത്തിയാക്കി നല്ല കഴുകി അടുക്കളൊക്കെ നീറ്റാക്കി വെച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചാലും നമ്മളെ ഈ ഒരു സമയത്തൊന്നും നമ്മളെ വീട്ടിലൊരു വിരുന്നാർ പോലും വരില്ല കേട്ടോ. വിരുന്നാർ വരുന്ന ഒരു സാഹചര്യം എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചായയൊക്കെ കുടിച്ച് അടുക്കളയിൽ പാത്രം കുറച്ച് കഴിഞ്ഞിട്ട് കഴുകുക എന്ന് പറഞ്ഞാൽ സിങ്കിലൊന്നൊരു ഒത്തിരി സമയം വെക്കുമ്പോൾ അന്നൊരു വിരുന്നാർ വരലാണ് അല്ലേ. ഇതൊക്കെ എല്ലാ വീട്ടമ്മമാർക്കും ഉണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്, എല്ലാ വീട്ടിലുണ്ടാവുന്നതാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ പെനോയിൽ വെച്ചതൊക്കെ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ സ്മെല്ല് അവിടെ കിടക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ വീടൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കിയിട്ട് തുടച്ച് അടിച്ച് വാരി തുടയ്ക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതുപോലെ കുട്ടികൾ ചിലപ്പോൾ രാവിലെ ക്ലാസ് പോകുമ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഓരോതായ ഇതിൽ മടക്കി വെച്ചാലും അതൊന്നും നമ്മൾ നല്ല നീറ്റാക്കിയിട്ട് മടക്കി വെച്ച് ഒക്കെ ചെയ്ത് വെച്ചാലും ഒരു വിരുന്നാർ പോലും അന്ന് ഉണ്ടാവില്ല കേട്ടോ. അതേ സമയത്തൊക്കെ ഒന്ന് അലങ്കോലായി കിടക്കുന്ന ഒരു ദിവസം ഉണ്ടാവും. നമ്മളെ തിരുമ്പാനുള്ളത് നമ്മൾ കൊട്ടയിൽ ഇടുന്ന ദിവസം ചിലപ്പോൾ ഒന്നും തിരുമ്പിയിട്ടുണ്ടാവില്ല കേട്ടോ. അതുപോലെ ഒരു ദിവസം തുടക്കാത്ത ദിവസം ഉണ്ടെങ്കിൽ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാത്ത ദിവസം ഉണ്ടെങ്കിൽ അന്ന് എവിടെ നിന്നാണ് വിരുന്നാർ വരാമെന്ന് പറയാൻ പറ്റൂലേ. ഇതൊക്കെ ചെയ്ത് വെച്ച് നീറ്റാക്കി വെച്ചാൽ ഒരു വിരുന്നാർ പോയിട്ട് ഒരു പിരിവാർ പോലും ഇങ്ങോട്ടേക്ക് കയറി വരലില്ല കേട്ടോ. ഇതൊക്കെ എല്ലാ വീട്ടിലുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമ്മൾ ടാങ്കിൽ വെള്ളമില്ലാത്ത ദിവസമോ കറണ്ട് ഇല്ലാത്ത ദിവസമോ അപ്പോൾ നല്ലൊരു കുഞ്ഞമത്തി കിട്ടിക്കുന്നത് ഇത് നല്ലൊരു വെള്ളമില്ലാണ്ട് വറ്റിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാനൊരു ഷോർട്സ് ആക്കി ഇടുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഈ ഒരു അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഈ സാഹചര്യം എല്ലാ വീട്ടിലും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതാ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നല്ലോണം വൃത്തിയാക്കി വെച്ച് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞ് നമ്മൾ വീടൊന്ന് ക്ലീൻ ചെയ്ത് കാണാൻ നല്ല ഒരു സുഖമാണല്ലേ, മനസ്സിന് റാഹത്തുമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഞാൻ പറഞ്ഞ കാര്യം കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ.